200 കോടി രൂപയുടെ വൈദ്യുതി കുടിശ്ശികയാണ് ബംഗ്ലാദേശ് ത്രിപുര സർക്കാരിന് നൽകാനുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ത്രിപുര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി കോർപ്പറേഷൻ ലിമിറ്റഡ്, ബംഗ്ലാദേശ് പവർ ഡെവലപ്മെന്റ് ബോർഡുമായി NTPC വിദ്യുത് വ്യാപാർ നിഗം ലിമിറ്റഡ് വഴി ഒപ്പുവെച്ച കരാർ മുൻനിർത്തി 60 മുതൽ 70 മെഗാവാട്ട് വൈദ്യുതിയാണ് ത്രിപുര അയൽരാജ്യമായ ബംഗ്ലാദേശിന് നൽകിയത്. കുടിശ്ശിക അടച്ചില്ലെങ്കിൽ ത്രിപുര ബംഗ്ലാദേശിന് വൈദ്യുതി വിതരണം നിർത്തിയേക്കാം. എന്നാൽ വൈദ്യുതി വിതരണം നിർത്തുന്നത് സംബന്ധിച്ച് ഇതുവരെ തീരുമാനമായിട്ടില്ലെന്നും ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ തിങ്കളാഴ്ച പറഞ്ഞു. വൈദ്യുതി വിതരണം നിർത്തിവെച്ചാൽ ത്രിപുരയും ബംഗ്ലാദേശും തമ്മിലുള്ള വ്യാപാരത്തെ ഇത് കാര്യമായി ബാധിക്കുകയും ചെയ്യും. 2016 മാർച്ച് മാസത്തിലാണ് ത്രിപുര ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി വിതരണം ആരംഭിക്കുന്നത്. 200 കോടി രൂപയുടെ വൈദ്യുതി കുടിശ്ശിക ബംഗ്ലാദേശ് നൽകാനുണ്ടെന്നും ത്രിപുര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി കോർപ്പറേഷൻ ലിമിറ്റഡ് അറിയിച്ചു. കുടിശ്ശിക ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെടാതിരിക്കാൻ ബംഗ്ലാദേശ് കുടിശ്ശിക തന്നു തീർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ പറഞ്ഞു. എന്നാൽ ബംഗ്ലാദേശ് കുടിശ്ശിക അടയ്ക്കാതിരുന്നാൽ ത്രിപുര സർക്കാർ വൈദ്യുതി വിതരണം നിർത്തുമെന്ന ചോദ്യത്തിന് ഇതുവരെ അവർ തീരുമാനമെടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ത്രിപുരയിലെ വൈദ്യുതി ഉൽപാദന പ്ലാന്റിലെ നിരവധി യന്ത്രസാമഗ്രികൾ ബംഗ്ലാദേശ് മേഖല വഴിയോ ചിറ്റഗോങ് തുറമുഖം വഴിയോ കൊണ്ടുവന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിന് പകരമായാണ് ത്രിപുര സർക്കാർ ഒരു കരാറിനെ തുടർന്ന് രാജ്യത്തിന് വൈദ്യുതി വിതരണം ഏർപ്പെടുത്തിയത്. എന്നാൽ കുടിശ്ശിക അടച്ചില്ലെങ്കിൽ ബംഗ്ലാദേശിലേക്കുള്ള വൈദ്യുതി വിതരണം എത്ര നാൾ തുടരാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ദക്ഷിണ ത്രിപുരയിലെ പലതാനിയിലുള്ള സർക്കാർ ഉടമസ്ഥതയിലുള്ള ONGC ത്രിപുര പവർ കമ്പനിയുടെ ഗ്യാസ് അധിഷ്ഠിത 726 മെഗാവാട്ട് ഉൽപാദനശേഷിയുള്ള പവർ പ്ലാന്റിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ജാർഖണ്ഡിലെ 1600 മെഗാവാട്ട് ഗോഡ പ്ലാന്റിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി കയറ്റുമതി ചെയ്യുന്ന അദാനി പവർ രാജ്യം $800 മില്യൺ നൽകാത്തതിനാൽ ഓഗസ്റ്റിൽ വിതരണം 1400-1500 മെഗാവാട്ടിൽ നിന്ന് 520 മെഗാവാട്ടായി വെട്ടിക്കുറച്ചിരുന്നു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആക്രമണങ്ങൾ കാരണം ത്രിപുരയിലുണ്ടായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് കാര്യമായ വിശദീകരണം ഉണ്ടായിട്ടില്ലെന്നും സാഹ പറഞ്ഞു. അതിർത്തിയിലെ സ്ഥിതിഗതികൾ ത്രിപുര സൈന്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ത്രിപുരയുടെ വടക്ക് തെക്ക് പടിഞ്ഞാറ് പ്രദേശങ്ങൾ ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ടവയാണ്. ഇതിന്റെ അന്താരാഷ്ട്ര അതിർത്തിയുടെ നീളം 856 കിലോമീറ്ററാണ്. ഇത് ബംഗ്ലാദേശിന്റെ മൊത്തം അതിർത്തിയുടെ 84% കണക്കാക്കുന്നത്. അഗർത്തലയിലെ ബംഗ്ലാദേശ് അസിസ്റ്റന്റ് ഹൈക്കമ്മീഷനിൽ അടുത്തിടെയുണ്ടായ സുരക്ഷാ ലംഘനത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ട മുഖ്യമന്ത്രി കേസിൽ ശക്തമായ നടപടി സ്വീകരിച്ചതായും പറഞ്ഞു. ഇതിൽ ഉൾപ്പെട്ട നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ലംഘനം നടന്ന മേഖലയുടെ സുരക്ഷാ ചുമതലയുള്ള പോലീസുകാർക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിനു ശേഷം ത്രിപുരയും ബംഗ്ലാദേശുമായുള്ള വ്യാപാര ബന്ധത്തെയും ഗണ്യമായി ബാധിച്ചതായും ഇറക്കുമതി കുറഞ്ഞതായും സാഹ പറഞ്ഞു. ബംഗ്ലാദേശിൽ നിന്ന് ത്രിപുരയിലേക്ക് വരുന്ന ചരക്കുകളിൽ സിമന്റ്, കല്ല്, ചിപ്സ്, ഹിൽസ മത്സ്യം എന്നിവയാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. വിതരണം മുടങ്ങിയത് ബംഗ്ലാദേശിന് നഷ്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗ്ലാദേശുമായുള്ള ആശയവിനിമയ ശൃംഖല അഭിവൃദ്ധിപ്പെടണമെങ്കിൽ അഗർത്തലയ്ക്കും ധാക്കയ്ക്കുമിടയിൽ റെയിൽവേ ലൈൻ പുനഃസ്ഥാപിച്ചാൽ അത് ഇരു രാജ്യങ്ങൾക്കും വളരെയധികം ഗുണം ചെയ്യുമെന്നും ത്രിപുര മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. ചിറ്റഗോങ് തുറമുഖം തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ മുഴുവൻ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും കാര്യമായ നേട്ടമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അഗർത്തലയിൽ നിന്ന് ചിറ്റഗോങ് തുറമുഖത്തിലേക്കുള്ള നേരിട്ടുള്ള റോഡ് ദൂരം ഏകദേശം 175 കിലോമീറ്ററാണ്. അഗർത്തലയെ ബംഗ്ലാദേശിലെ അഖോറയുമായി ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽപാത 2023 നവംബർ 1 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അന്നത്തെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും ചേർന്നായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. പദ്ധതിക്ക് ഇന്ത്യയിൽ 5.46 കിലോമീറ്ററും ബംഗ്ലാദേശിൽ 6.78 കിലോമീറ്ററും നീളമുണ്ട്. ഇന്ത്യൻ ഭാഗത്തിന്റെ ചെലവ് 708.73 കോടി രൂപയായിരുന്നു. കൂടാതെ നോർത്ത് ഈസ്റ്റേൺ റീജിയന്റെ വികസന മന്ത്രാലയമാണ് ഈ പദ്ധതിക്കായി ധനസഹായം നൽകിയത്. അതേസമയം ബംഗ്ലാദേശ് ഭാഗത്തിന്റെ ചെലവ് 392.52 കോടി രൂപയായിരുന്നു. ബംഗ്ലാദേശ് ഭാഗത്തിന്റെ ധനസഹായം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും ബംഗ്ലാദേശ് റെയിൽവേയുമാണ് നിർവഹിച്ചത്. ഓവർലാൻഡ് ട്രാൻസ്പോർട്ട് ബംഗ്ലാദേശ് അനുവദിക്കുകയാണെങ്കിൽ അഗർത്തലയ്ക്കും കൊൽക്കത്തയ്ക്കും ഇടയിലുള്ള യാത്രാ സമയം ഏകദേശം 30 മണിക്കൂറിൽ നിന്ന് 10 മണിക്കൂറായി കുറയും. രണ്ട് നഗരങ്ങൾക്കുമിടയിൽ നിലവിലുള്ള ട്രെയിനിലെ യാത്രാ ദൂരം 1581 കിലോമീറ്ററാണ്. ഇതിന് ഗുവാഹത്തി, അസമിലെ ലുംഡിംഗ് വഴി വീണ്ടും റൂട്ട് ആവശ്യമായി വരും. ഇത് 460 കിലോമീറ്ററായി ചുരുങ്ങുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്.